അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, ഒരു സഹോദരൻ വലിയ പ്രയാസത്തിൽ പറഞ്ഞ ഒരു അനുഭവം വല്ലാത്ത സങ്കടപ്പെട്ടു. കാരണം ഓരോരുത്തരും ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണല്ലോ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉള്ള സമ്പത്ത് കൊണ്ട് മിച്ചം സമ്പത്ത് ഉണ്ടാക്കി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കി നല്ല നിലക്ക് ജീവിതം ഒന്ന് സെറ്റപ്പാവിന് വേണ്ടി പലരുടെ ആഗ്രഹം, അതുപോലെ ഈ സുഹൃത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ആ സമയത്താണ് ഈ സഹോദരന് ഒരാൾ ബിസിനസ്സുമായി വന്നപ്പോൾ നല്ലൊരു തുക അയാളെ ഏൽപ്പിച്ച അവസാനം അയാൾ അത് തിരിച്ചു കൊടുക്കാതെ വലിയ പ്രയാസം. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ വലിയ സങ്കടപ്പെടുന്നവരുണ്ട്. കാരണം ഈ അടുത്തൊരു സഹോദരി വിശ്വസിച്ചുകൊണ്ട് തനിക്ക് നൽകിയ എല്ലാ സ്വർണങ്ങളാണ് കൊടുത്തത്. ഇന്നേവരേക്കും തിരിച്ചു കൊടുത്തില്ല, നാളെ തരും മറ്റന്നാൾ തരും എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ആ സഹോദരിക്ക് അത് തിരിച്ചു കിട്ടാതെ വല്ലാത്ത സങ്കടം. അങ്ങനെ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തവർ ബിസിനസ് മറ്റുള്ളൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ കച്ചവടത്തിലൊക്കെ വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? കൊടുത്തത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് വാട്സപ്പിലെയും പലതും മെസ്സേജ് അയക്കുന്നതിനേക്കാൾ ഒരു വീഡിയോയിൽ അതിനൊരു പരിഹാരം പറഞ്ഞാൽ ഇൻഷാല്ലാ എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു ഉപകാരപ്പെടുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, തീർച്ചയായും ഇതൊരു അനുഭവത്തിലാണ്. ഈ ഒരു പരിഹാരം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചൊരു പരിഹാരമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. നാം ഒരിക്കലും ഒരാളെ നമ്മെ വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കുന്ന ഒന്ന്, നാം ഒരിക്കലും അവരെ വഞ്ചിക്കുന്നത് ആ ഒരു ചെറിയ സമയത്ത് നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുമെങ്കിൽ അത് ഭാവിയിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മെ ചെന്നെത്തിപ്പിക്കുന്നത്. അത് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് നാം അത് ഖേദിക്കേണ്ടി വരും, ഉറപ്പാണ്. ഈ ദുൽമുണ്ടല്ലോ, ദുൽമ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ശിക്ഷ നൽകുന്ന. ഒരാളോട് നാം ദുൽമ് ചെയ്യാൻ പാടില്ല. ദുൽമ് അപകടമാണ്. ദുൽമ് കൊണ്ട് പരലോകത്ത് ശിക്ഷ അത് വമ്പിച്ചതാണ്. പരലോകത്ത് മാത്രമല്ല ദുൽമ് കൊണ്ട് ശിക്ഷ കിട്ടുന്നത്. ദുൽമ കൊണ്ട് കിട്ടുന്ന ശിക്ഷ ഇഹലോകത്തു പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ശിക്ഷിക്കും. അക്രമം അള്ളാഹുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഒരാളെയും വഞ്ചിക്കുക, അവരുടെ പണം വാങ്ങി അവരെ വേദനിപ്പിക്കുക. എത്ര ആളുകളെന്നറിയോ, കുടുംബം തകർന്നു പോയവരുണ്ട്. വീടും സമ്പത്തും ഭാര്യയുടെ സ്വർണവും എല്ലാം വിട്ടുകൊടുത്ത് ബിസിനസ്സിലെ ലാഭം തരാം മറ്റത് തരാമെന്ന് പറഞ്ഞ് പാവം അവരതങ്ങ് വിശ്വസിച്ച് കൊടുത്തേൽപ്പിച്ച് എത്ര കുടുംബങ്ങളാണ്, എത്ര ആളുകളാണ് ഫോൺ വിളിച്ചു പല നിലക്ക് പരാതികൾ പറഞ്ഞത്. ഓരോരുത്തൻ്റെ അനുഭവം കേൾക്കുമ്പോൾ എന്ത് വിശ്വസിപ്പിച്ചിട്ടാണ്. ഒരാളുടെ അനുഭവം അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ ദർസ് പഠിക്കുന്ന ഒരു സമയത്ത് ഒരാൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ തസ്ബീഹ് പറയുന്നത് പോലെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഞാൻ വരുന്ന അയാൾ വീക്ഷിച്ചുകൊണ്ട് ഉസ്താദ് നമുക്ക് ദർസ് ചൊല്ലിത്തരുന്നുണ്ട്. അയാളെ നേരെ വന്ന് പള്ളിയിൽ കയറി അയാൾ തഹിയ്യത്ത് നിസ്കരിച്ചു. ഇവരെല്ലാം കണ്ട് ഉസ്താദ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എത്ര നല്ല ചെറുപ്പക്കാരുണ്ടല്ലേ, അൽഹംദുലില്ലാ, സന്തോഷമായി. അങ്ങനെ അയാളെ നേരെ ഉസ്താദിൻ്റെ റൂമിലേക്ക് കടന്നു വന്ന്, അപ്പോൾ ഉസ്താദ് നമ്മൾക്ക് ദർസ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകും, അയാൾക്കെന്തോന്നു പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ റൂമിലേക്ക് വന്നിട്ട് ഉസ്താദിനോട് അയാൾ പറഞ്ഞ കാര്യം ഇതാണ്: അതായത് എല്ലാ വീട്ടിലേക്കും ഈ ടി വിയും അതുപോലെ ഫ്രിഡ്ജും മറ്റതൊക്കെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന ആളാണ്. കന്ത് മുഖാന്തരാണ് അവർ പെണ്ണുങ്ങൾക്ക് പണം തരുന്നത്. എൻ്റെ പരിപാടി അങ്ങനെയാണ്. പിന്നെ മറ്റു സ്ഥലങ്ങളുടെ പേരും ആ നാടിൻ്റെ പോലെ പരിചയക്കാരുടെ പേരൊക്കെ പറഞ്ഞു. ഉസ്താദ് എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ഇപ്പം ഈ നമ്മുടെ പള്ളീൻ്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് അവർക്ക് ഞാൻ വാഷിംഗ് മെഷീനും പലതും കൊടുത്തിരുന്നു. അവർ കുറച്ച് കന്ത് കെട്ടിയിരി, ഇനിയിപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പണം ചോദിക്കുമ്പോൾ അവർ എന്നോട് എന്തെല്ലാം ദേഷ്യപ്പെടുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കാരണം നിനക്ക് തന്ന ആ പണമുണ്ടല്ലോ കന്ത്, അത് നീ തിരിച്ചു തന്നാൽ നിൻ്റെ സാധനം കൊണ്ടുപോകും, നീ അപ്പോൾ വന്നിട്ട് ശല്യപ്പെടുത്താൻ പാടില്ല, നമുക്ക് എല്ലാ ദിവസവും കയ്യിൽ പണം ഉണ്ടാവില്ല എന്ന രീതിയിലായിരുന്നു അയാളെ സംസാരം. അതിന് കൊടുക്കേണ്ട ഒരു 5,000 രൂപ പണം അയാൾക്ക് ഉമ്മാക്ക് അപ്പോഴത്തെ സഹോദരി കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുത്താൽ എല്ലാ സ്വത്തും നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം അത്ര ഒരു പണം എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ സ്വത്ത് എനിക്ക് വേണ്ട, അത് ഉസ്താദിക്ക് ഞാൻ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തഅല്ലിമീങ്ങളൊക്കെ വിളിച്ച് എല്ലാവരും, അപ്പോൾ കുറേ കാലം മുമ്പത്തെ സംഭവമാണ്. അപ്പോൾ ഒരു 5,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് കൊണ്ടാണ് ഉണ്ടാക്കുന്ന പണം. അപ്പോൾ എല്ലാവരും 1000, 500 വെച്ച്, കാരണം കിട്ടിയാൽ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ കിട്ടുമല്ലോ. അങ്ങനെ ഈ പണമെല്ലാം സ്വരൂപിച്ച് അയാളെ കയ്യിലേൽപ്പിച്ച് 2 മുതിർന്ന മുത്തഅല്ലിമീങ്ങളെ റിക്ഷയിൽ കൂടെ കടത്തി, കാരണം സാധനം കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ഒന്നിച്ചവർ പോയി.
ഒന്നിച്ചു പോയി. അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അയാൾ പറഞ്ഞ്, ഈ പോയ മുത്തഅല്ലിമീങ്ങളാവട്ടെ തിരിച്ചു വരുന്നില്ല, മഗ്‌രിബിൻ്റെ സമയം ഇല്ലേ ഇല്ല. പിന്നെ അവസാനം ഞങ്ങളൊക്കെ പോയി അവർ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആൾ വന്നതേയില്ല. അയാൾ പറഞ്ഞത് അതാ കാണുന്ന വീടാണ്, ഞാൻ വീട്ടിലേക്ക് ഒരു സാധനങ്ങളെല്ലാം കൊണ്ടുവരാം, നിങ്ങൾ വന്നാൽ ചിലപ്പോൾ അവിടെ അടി പ്രശ്നമായാൽ പിന്നെ നിങ്ങൾ ഉസ്താദന്മാരല്ലേ, അപ്പോൾ അത് വലിയ പ്രശ്നമാവും, പിന്നെ അത് സമൂഹത്തിൽ നിങ്ങൾക്കും അതൊരു അപമാനമാണ്, അതുകൊണ്ട് ഞാൻ പോയി വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയ മനുഷ്യനായ അദ്ദേഹം സീത അങ്ങോട്ട് പോയി. ഈ പണം എല്ലാം നഷ്ടപ്പെട്ടു. പല രീതിയിൽ വന്നിട്ട് വഞ്ചിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ വഞ്ചന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു മുസ്ലിമായ ചെറുപ്പക്കാരനാണ് ഈ വഞ്ചന നടത്തിയത്. ഈ വഞ്ചനയ്ക്കുണ്ടല്ലോ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ വഞ്ചിച്ച് ഒരു 5,000 രൂപ 10,000 രൂപ കിട്ടിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ഒരു രോഗം വന്നാൽ അതെല്ലാം അസ്തമിച്ചു പോകും, എല്ലാം തീർന്നു. അതുകൊണ്ട് പണം കടം വാങ്ങിയിട്ട് അങ്ങനെ വഞ്ചിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ വലിയ അപകടമാണ്. അപ്പോൾ കൊടുത്ത പണം തിരിച്ചു കിട്ടാനുള്ളൊരു പരിഹാരമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു പരിഹാരമാണ്. സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്ത്, അതായത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്ത്, അതും പിന്നെ സൂറത്ത് ഖസസിൻ്റെ 85-ാമത്തെ ആയത്ത്, ഇൻഷാ അല്ലാഹ് ഇത് പാരായണം ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ കൊടുത്ത പണം അത് ഇൻഷാ അല്ലാഹ് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തും. മഹാരഥന്മാർ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വലിയ ഒരു പരിഹാരമായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക.